ഒരു കുട്ടി 3 മാസത്തിൽ കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട് മാത്രമാണെന്നും രണ്ടാമത്തെ 3 മാസം കരയുന്നത് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണെന്നും മൂന്നാമത്തെ 3 മാസത്തിൽ കരയുന്നത് വാപ്പാനെയും ഉമ്മാനെയും ഓർത്തുകൊണ്ടായിരിക്കുമെന്നും ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ഹദീസാണ്. തഴവ ഉസ്താദ് അള്ളാഹു അവരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. തഴവൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടി ആദ്യത്തെ 3 മാസം അള്ളാനെ ആലോചിച്ചാണ് കരയാന്ന്. അതുകൊണ്ട് ആദ്യത്തെ 3 മാസം താരാട്ടുപാടുന്നത് അള്ളാഹുവിനെ കുറിച്ചായിരിക്കണം. എന്തേലും ഒരു ഡണ്ടം ഡിഗാ എന്ന് പാടി ഉറക്കാനൊന്നും പറ്റൂല. ആദ്യത്തെ 3 മാസം അള്ളാഹിനെ പറ്റി മാത്രം പാടണം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 3 മാസം അള്ളാഹിനെ പറ്റിയിട്ടാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആയത്തെ 3 മാസം അള്ളാഹിനെ പറ്റിയ പാടുണ്ട്. ഈ ദുനിയാവിൽ വന്നതിന് ശേഷം ഒരു കുട്ടി ആദ്യമായി കരയുന്നത് അള്ളാഹുവിൻ്റെ പേര് കേൾക്കാനാണ്. അതാണ് താരാട്ടിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. ഏത് കുട്ടിയും, മുഅ്മിനിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്, കാഫിറിൻ്റെ കുട്ടി അങ്ങനെ തന്നെയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലി കൊടുത്താൽ കാഫിറിൻ്റെ കുട്ടിയും കരച്ചിൽ നിർത്തും. അടുത്ത വീട്ടിൽ ഒരു കാഫിറിൻ്റെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക, അമുസ്ലിമായ ഒരാളുടെ കുട്ടി കരയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് ആ കുട്ടിയെ എങ്ങനെ ഇമേജ് ചെയ്യുക, മനസ്സിലിങ്ങനെ കൊണ്ടുവരിക ആ കുട്ടീനെ. എന്നിട്ട് ആ കുട്ടിക്ക് പാടിക്കൊടുക്കുന്നതായിട്ട് നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ പാടുക. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കരച്ചു തീർത്തു. നോയിക്കോളി, നിങ്ങൾ നോയിക്കോളി, ഇല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടോളി. നിർത്തി. അതാണ്. അപ്പോൾ ഒരു കുട്ടി 3 മാസം കരയുന്നത് അള്ളാഹുവിനെ ആലോചിച്ചുകൊണ്ട്. രണ്ടാമത്തെ 3 മാസം മുസ്തഫായ നബി തങ്ങളുടെ ആദ്യത്തെ 3 മാസം ദിക്റിൻ്റെ മക്കാമിലാണ്, രണ്ടാമത്തെ 3 മാസം സ്വലാത്തിൻ്റെ മക്കാമിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചാണ് പിന്നത്തെ 3 മാസം പാടേണ്ടത്. നബി തങ്ങളെങ്ങനെ പരിചയപ്പെടുത്തുന്ന പാട്ടുകൾ ഇങ്ങനെ പാടുതന്നെ. അതമ്മ ഖബലൽ വഹി അർബഈന വ ഉംറുഹു ഖദ് ജാവസ സിത്തീന. നബിനെ പരിചയപ്പെടുത്തുന്ന പാട്ട്. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. രണ്ടാമത്തെ 3 മാസം ഏത് ഭാഷയിലും പാടാം. അറബി തന്നെ ഇക്കോളന്നില്ല, മലയാളത്തിൽ പാടിയാൽ മതി. അങ്ങനെ പിന്നെ മൂന്നാമത്തെ, അപ്പോൾ 6 മാസം കഴിഞ്ഞു. 9 മാസമാണ് താരാട്ടിൻ്റെ കാലഘട്ടം. 9 മാസമാണ് താരാട്ട് പാടേണ്ടത്. പിന്നത്തെ മൂന്നാമത്തെ 3 മാസത്തിലേക്ക് കടന്നാൽ വാപ്പാനെയും ഉമ്മാനെയും പരിചയപ്പെടുത്താം. ഉമ്മാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, വാപ്പാൻ്റെ അങ്ങനത്തെ കുട്ടിയല്ലേ, മാണിക്കക്കല്ലല്ലേ, ചക്കരക്കുടല്ലേ, തേങ്കൊട്ടല്ലേ എന്നൊക്കെ പറയാം. കൊട്ടയിൽ തേനാക്കിയാൽ ചോർന്ന് പോകാറുണ്ട് കാര്യമില്ല, ലോജിക്കിനൊന്നും സ്ഥാനമില്ല എന്നുള്ളതാണ്. അതൊക്കെ പാടാം. വാപ്പാൻ്റെ ഉമ്മാൻ്റെ അന്നതാണ്, മറ്റേതാണ്, മറിച്ചതാണെന്നൊക്കെ അങ്ങനെ. അത് അവസാനത്തെ 3 മാസം. 9 മാസമാണ് താരാട്ട്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എന്താ വെച്ചാൽ, അതിലൊക്കെ ഇപ്പോൾ അതിനത്രയും ശ്രദ്ധിക്കാണ്ടോന്ന്. ആ ഉണ്ടേ, അതിലൊക്കെ ശ്രദ്ധിക്കാണ്ട്. അപ്പോഴാണ് ഇപ്പോൾ സംഗതി ക്ലിയർ ആകുക എന്ന് പറഞ്ഞത്. എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനാണെങ്കിൽ ഉറുമ്പിൻ്റെ ബുദ്ധി മതി, മനുഷ്യൻ്റെ ബുദ്ധി ആവശ്യമില്ല. 7 നിലയുള്ള ബിൽഡിങ്ങിൻ്റെ മേലെന്ന് പൂച്ച താഴത്തേക്ക് ചാടിയാൽ ഒന്നും പറ്റൂല. 4 കാലുത്തിയാണ് ചാടും, ഒന്നും അറിയാത്ത മാതിരിയാണ് പോകും. മനുഷ്യൻ ചാടിയാൽ കാല് 4 കഷ്ണം, കൈ 8 കഷ്ണം, ചിലപ്പം ജീവനും ഉണ്ടാവില്ല. ഓനങ്ങനെ ചാടാൻ പാടില്ല. അതന്നെ കാരണം. തട്ടിമുട്ടി ജീവിച്ചു പോകാനുള്ള വിഭാഗമല്ല മനുഷ്യൻ.
രാജാവിൻ്റെ ബെഡ്മ കയറി ഇരുമ്പ് കടന്നുറങ്ങിയാൽ വെടിവെക്കാൻ ഓർഡർ ഇടൂല. രാജാവിൻ്റെ ബെഡ് കയറിയിട്ട് എന്ത് ചെയ്തു? ഉറുമ്പ് സുഖമായിട്ട് കടന്നുറങ്ങി. ആരുടെ അവിടെ വെക്കട വെടി ഇല്ല, അങ്ങനെ പരിപാടി ഇല്ല. നേരെ മറിച്ച് പടിപ്പരയിൽ വന്ന് നിന്നാൽ മതി മനുഷ്യൻ, വെക്കും വെടി. അങ്ങനെ പോയിക്കാൻ പറ്റൂല. അതന്നെ കാരണം എങ്ങനെങ്കിലുമൊക്കെ ജീവിക്കാനുള്ളത് മനുഷ്യനല്ല, മറ്റു ജീവികളാണ്. അതുകൊണ്ട് മനുഷ്യന് അള്ളാഹു തആല വിശേഷ ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുള്ളത് അള്ളാഹിനെയും അള്ളാഹിൻ്റെ റസൂലിനെയും പറ്റി ആലോചിക്കാനും ആലോചിപ്പിക്കാനുമാണ്, ചിന്തിപ്പിക്കാനുമാകുന്നു. കുട്ടികൾക്ക് മുഹമ്മദിയ ഖൽബുണ്ടാക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിലും അതുണ്ടാവണം. ഒരു നേരവും ഏത് കാര്യവും. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹാഫിദു ദഹബി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പളുങ്കിൻ്റെ പാത്രമുണ്ടായിരുന്നു. അതിലാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത്. പളുങ്കിൻ്റെ പാത്രം എന്ന് പറഞ്ഞാൽ കുപ്പി ഗ്ലാസ്. നബി തങ്ങൾക്കൊരു കുപ്പി ഗ്ലാസ് ഉണ്ടായിരുന്നു, അതിനാണ് നബി തങ്ങൾ വെള്ളം കുടിച്ചിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം എന്ത് വേണം? കുട്ടികൾക്കൊക്കെ കുപ്പി ഗ്ലാസ് തന്നെ കൊടുത്ത് പഠിപ്പിക്കണം. അത് പൊട്ടൂലേ? പൊട്ടുമല്ലോ. പൊട്ടിയ വേറെ വാങ്ങണം, അതിനല്ലേ കായ്. അള്ളാഹു തആല നമുക്ക് കായ് എന്നതിന് അതിനൊക്കെ തന്നെയാണ്, പൊട്ടുമ്പോൾ വാങ്ങാൻ. കുട്ടികളാകുമ്പോൾ ഗ്ലാസ് പൊട്ടും, അതിന് ബദർ ഉണ്ടാക്കരുത് എന്ന് മാത്രം. അങ്ങനെയാണ്. അടുത്ത വരെയെന്ന് അമ്മായിൻ്റെ കുട്ടി ഒന്ന് വിരുന്ന്. അപ്പോൾ നല്ല ഗോതമ്പം പായസം ഉണ്ടാക്കി, ശർക്കരയൊക്കെ ഇട്ടിട്ട് ഉഷാറായിട്ട്. ഒരു ഗ്ലാസ് അമ്മായിയുടെ മോന് കൊടുത്തു. ചെറിയ കുട്ടിയാണ്, 6 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സ്. പായസം ഇങ്ങനെ കുടിക്കുമ്പോൾ ഗ്ലാസ് വീണുങ്ങാണ്ട് പൊട്ടി. അപ്പം നമ്മൾ പറയും സാരമില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. കുട്ടികളാവുമ്പോൾ ഗ്ലാസ് വിൽക്കാതിരിക്കുമോ, വീണാൽ പൊട്ടാതിരിക്കുമോ, ഇവിടെ വേറെയും ഗ്ലാസ് ഇഷ്ടം പോലെ ഉണ്ട്, 30 ഉറുപ്പ്യല്ലേ ഉള്ളൂ ഒരു ഗ്ലാസ്സിന് വില എന്നൊക്കെ പറയും. പിറ്റേന്ന് അതേമാതിരി സേമിയം പായസം ഉണ്ടാക്കി കുടിക്കുമ്പോൾ നമ്മളെ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഗ്ലാസ് പൊട്ടിയാൽ സ്വഭാവം മാറും. ആടാ അനക്ക് ഇവിടുത്തെ ഗ്ലാസ് പൊട്ടിക്കലല്ലാതെ വേറെന്താ പണി? ഇവിടെ കൊടുന്നോടത്തോളം ഗ്ലാസ് മുഴുവൻ ഇജ്ജാണ് പൊട്ടിച്ച് തീർത്തത്. അപ്പം എന്താ 30 ഉള്ളത് 60 ആയോ പിറ്റേന്നായപ്പോഴത്തിന് ഗ്ലാസ്സിന്? ഇതാണ് നമ്മളെ സ്വഭാവം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആരാൻ്റെ കുട്ടികളോട് പെരുമാറുന്നത് അവനാൻ്റെ കുട്ടികളോടും പെരുമാറാൻ കഴിഞ്ഞാൽ നല്ല മനുഷ്യനായി. ഹുസൈൻ റളിയല്ലാഹു അൻഹു കളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ ഓടിയിട്ടുണ്ട്. ഒരിക്കൽ നബി തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായി കളിക്കുന്ന സമയത്ത് ഒരാൾ വന്ന്, നബി നിങ്ങൾ കുട്ടികളായിട്ടൊക്കെ കളിക്കുമോ? എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഓലായിട്ട് കളിക്കലൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, നിന്റെ കൽബിൽ അല്ലാഹു തആല റഹ്മത്ത് ഇട്ട് തരാത്തതിന് ഞാൻ എന്ത് കാട്ടാനാ ചങ്ങായേ എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിൽ ഇത്തിബാണ്. മുഅ്മിനായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഇത്തിബാ റഹ്മത്തിലെ ഇത്തിബാ ആകുന്നു. എന്താ റഹ്മത്ത് പറഞ്ഞാൽ? അനുസരണയുള്ളവർക്കും അനുസരണയില്ലാത്തവർക്കും വാത്സല്യം കാണിക്കുന്നതാണ് റഹ്മത്ത്. നമ്മളെ കാല് കേടന്നിട്ട് ആശുപത്രി കിടന്നപ്പോൾ വരാത്തോന് കാല് കിടന്നിട്ട് ആശുപത്രി കിടക്കേണ്ടത് എന്ന് കേൾക്കുമ്പോൾ പോകാൻ തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. നമ്മളെ പെണ്ണിനെ കെട്ടിച്ചപ്പോൾ കല്യാണം പറഞ്ഞിട്ട് വരാത്തോൻ്റെ പെണ്ണിനെ കെട്ടിക്കുമ്പോൾ പോകാനും എന്തേലും കൊടുക്കാനും തോന്നുന്ന മനസ്സിനാണ് റഹ്മത്തിൻ്റെ ഇത്തിബാ എന്ന് പറയുന്നത്. പകരത്തിന് പകരം ചെയ്യാൻ ആരെക്കൊണ്ടാണ് പറ്റാത്തത്? തിന്മക്ക് നന്മ കൊണ്ട് പ്രതികരിക്കാനാണ് മുഹമ്മദീയ സ്വഭാവം വേണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബൂജഹൽ നബി തങ്ങളൊരു സൽക്കാരത്തിന് വിളിച്ചു വീട്ടിക്ക്. അങ്ങനെ നബി തങ്ങൾ സൽക്കാരത്തിന് പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഒപ്പം പോയി. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് വെച്ചാൽ നബിനെ സൽക്കാരത്തിനൊക്കെ വിളിച്ചിങ്ങാണ്ട് പോയിട്ട് പെരൻ്റെ മുമ്പിൽ വലിയൊരു കുയ്യുണ്ടാക്കിക്കും. അതിനത്രയും കുണ്ടുള്ള ഒന്നല്ല, അയിബാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കുയ്യുണ്ടാക്കി. എന്നിട്ട് ആ കൊയ്യിൻ്റെ മേലെ അങ്ങനെ അലകും കോലൊക്കെ വെച്ചിങ്ങാണ്ട് മണ്ണിട്ടിക്കുക. ഇതാണ് അബൂജഹൽ ചെയ്തിരിക്കുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം ഒപ്പം പോയി. നബി തങ്ങളിങ്ങനെ മുറ്റത്തേക്കാണ് ഇറങ്ങിയപ്പോൾ ജിബ്രീൽ കൈ ഒടിച്ചിങ്ങാണ്ട് അപ്പുറത്ത് കൂടെ ഇങ്ങനെ കൊടുന്നു. അബൂജഹൽ ജിബ്രീലിനെ കാണുന്നില്ലല്ലോ. അങ്ങനെ ജനൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കുകയാണ്. ഇപ്പം ചാടും എന്ന് എഴുതിയിട്ട് ചാടുന്നില്ല, സൈഡിൽ കൂടെയാണ് പോരുന്നത്. അതിലിങ്ങനെ മൂപ്പരെങ്ങനെയാണ് ചെന്നുങ്ങാണ്ട് മുഹമ്മദേ ദി കൂടെ പോരേന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ ചെന്നുങ്ങാണ്ട് ചാടി കുയ്യിക്ക്. എന്നിട്ട് ആ പെരേന്ന് നബി തങ്ങൾ ചോറ് കഴിച്ചു. നമ്മൾ വയ്ക്കോ? എന്ന് നമുക്ക് ആ പെരേന്ന് ചോറ് കഴിക്കാൻ വയ്ക്കോ അന്ന് മുഹമ്മദീയ സ്വഭാവം നമ്മളിലുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ കുട്ടികളെ നല്ല സ്വഭാവം പഠിപ്പിക്കണില്ല.
നമ്മൾ പകരം വീട്ടലാണ് പഠിപ്പിക്കുന്നത്. കുട്ടികൾ സംശുദ്ധരായ പ്രകൃതത്തിൻ്റെ ഉടമയാണ്.